ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 8ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങളുടെ മലയാളം ഫസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡോക്ടർ ശുഭ വിവർത്തനം ചെയ്ത മലാല യൂസഫ്സായിയുടെ പ്രസംഗ ഭാഗമുണ്ട്. ഏതാണ്? സ്വപ്നച്ചിറകിൽ. അപ്പോൾ സ്വപ്നച്ചിറകിൽ എന്ന് പറയുന്ന പാഠഭാഗത്തെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം, മലാല യൂസഫ്സായി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ്. പാകിസ്ഥാനിൽ ജനിക്കുകയും താലിബാൻ പട്ടാളത്തിൻ്റെ ആക്രമണങ്ങൾക്ക് വിധേയാവുകയും അവസാന വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശക്തമായി വിളിച്ചോതുകയും ലോകരാഷ്ട്രങ്ങൾ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകി ആദരിക്കുകയും ചെയ്ത ധീരവനിതയാണ് മലാല യൂസഫ്സായി. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമാണ് മലാല യൂസഫ്സായി തൻ്റെ പ്രസംഗ ഭാഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. കൂടാതെ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള ചൂഷണം, തീവ്രവാദത്തിനെതിരെയുള്ള ശബ്ദം, നിർബന്ധിത വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളൊക്കെ തന്നെ മലാല തൻ്റെ പ്രസംഗ ഭാഗത്തിലൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മലാലയുടെ പ്രസംഗത്തെ ഒന്ന് സെറ്റാക്കി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ സ്വപ്നച്ചിറകിൽ ആയുധങ്ങൾക്ക് തോൽപ്പിക്കാനാവാത്ത ആത്മബലം, ജീവിതത്തിൻ്റെ അക്ഷരത്തിളക്കം, അക്ഷരത്തിന് വേണ്ടി ആയുധങ്ങളെപ്പോലും തോൽപ്പിച്ച ദീനവനിതയായ മലാല യൂസഫ്സായിയെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. സെറ്റല്ല മക്കളെ? സെറ്റ്. ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് പറഞ്ഞ് തുടങ്ങാം അല്ലേ? എങ്ങനെ തുടങ്ങാം? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മലാല ദിനം എൻ്റെ ദിനമല്ല. അപ്പം മലാല നടത്തിയ ഒരു പ്രസംഗ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മലാല നടത്തിയ ഒരു പ്രസംഗ ഭാഗം. മലാല പറയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന് മലാല പറയുകയാണല്ലേ. പ്രസംഗം നമുക്ക് അങ്ങനെ തുടങ്ങുക. ഈ ഒരു പാഠഭാഗത്ത് നിന്നും ഒരു പ്രഭാഷണം ചോദ്യം വരാം. പിന്നെ മക്കൾ പഠിക്കണം കേട്ടോ. ഇപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്നാണ് തുടക്കം. ഈ മലാല ദിനം എൻ്റെ ദിനമല്ല, ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദം ഉയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ്. അപ്പം മലാല തൻ്റെ പ്രസംഗത്തിൽ പറയാണ്, ഈ ദിനം എൻ്റെ ദിനമല്ല, ലോകത്തിൽ മലാല ദിനം എന്നതിലൂടെ മലാല പറയാണ്, ഇത് എൻ്റെ ദിനമല്ല, ലോകത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീകളുടെ പോരാട്ടങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുകയായി മലാല യൂസഫ്സായി. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. ഇപ്പം മലാല പറയാണ്, വിദ്യാഭ്യാസം ഉണ്ടാവണം, സമത്വം ഉണ്ടാകണം, എല്ലാവർക്കും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണം. അപ്പം മലാല ഈ വെടിയുണ്ടകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കടന്നു വന്ന ഒരാളാണ്. എത്ര വെടിയുണ്ടകൾ സംഭവിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്ത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു ധീരവനിതയാണ് മലാല. മലാല പറയാണ് പ്രസംഗം തുടക്കം. അതെന്താ മക്കളെ പറയണേ? പോയിന്റ് നോക്കിട്ടാ. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അതെ, ഭരണഘടന നമുക്ക് അവകാശങ്ങൾ തരുന്നുണ്ട്. സമാധാനത്തിനുള്ള അവകാശമുണ്ട്, വിദ്യാഭ്യാസത്തിനും സമത്വത്തിനുമുള്ള അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ധീരമായി ശബ്ദമുയർത്തി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടത്. അതാണ് മലാല ഇവിടെ ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് മലാലയും കൂട്ടുകാരും ശബ്ദമുയർത്തുന്നത്. അത് നേടിയെടുക്കാൻ വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട്. വിദ്യാഭ്യാസത്തിനും സമത്വത്തിനും വേണ്ടി പോരാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ പ്രതീകമാണ് മലാല. ലോകമാകെ ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ്. ഈ ലോകമാകെ എത്രയോ ആൾക്കാരുണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആൾക്കാർ. പക്ഷേ അവരിൽ ഒരാളാണ് മലാല എന്ന് മലാല പ്രസംഗത്തിൽ പറയാണ്. മദർ തെരേസ, എബ്രഹാം ലിങ്കൺ, നെൽസൺ മണ്ടേല, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും സമത്വത്തിനു വേണ്ടിയും പോരാടിയവരാണ്. ആ കൂട്ടത്തിലേക്കാണ് മക്കളെ മലാല യൂസഫ്സായും കടന്നു വരുന്നത്. വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും പാകിസ്ഥാൻ പട്ടാളത്തെ എതിർത്ത് തോൽപ്പിച്ച് താലിബാൻ പട്ടാളത്തിൻ്റെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയിട്ടും പരാജയപ്പെടാതെ തൻ്റേതായ ശക്തിമുദ്ര കൊണ്ട് ലോകത്തിൽ തൻ്റെ സ്ഥാനം സ്ഥാപിക്കാൻ ആർക്ക് സാധിച്ചു മക്കളെ? മലാല യൂസഫ്സായിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ ആക്രമിക്കപ്പെട്ട എന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. മലാല പറയാണ്, ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ആർക്കാണ്? എന്നെപ്പോലെ ശബ്ദമുയർത്തേണ്ട ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയാണ് മലാല തൻ്റെ ശബ്ദം ഉയർത്തി മലാല തൻ്റെ കാര്യങ്ങളെ ആവിഷ്കരിക്കുന്നത്. സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും അവർക്കും അർഹതപ്പെട്ടതാണ്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും സമനീതിക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണടാ മലാല യൂസഫ്സായി സംസാരിക്കുന്നതെന്ന് ഇവിടെ വ്യക്തമാണ്. പ്രിയ കൂട്ടുകാരെ എന്ന് പറഞ്ഞാൽ പിന്നെയും തുടങ്ങുന്നത്. പ്രിയ കൂട്ടുകാരെ,
2012 ഒക്ടോബർ 9 താലിബാൻ സൈനികർ എൻ്റെ ശിരസിലേക്ക് വെടിയുതിർത്തു. മലാല പറയാ 2012 ഒക്ടോബർ 9 താലിബാൻ സൈന്യം വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചതിന് മലാലയുടെ തലയിലേക്ക് വെടിയുണ്ട ഉതിർത്തു. മരിച്ചു പോയില്ല കേട്ടോ. എൻ്റെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു. മലാലയോടൊപ്പം വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ മലാലയുടെ കൂട്ടുകാരെയും അവർ വെടിവെച്ചിട്ടു എന്നാ പറയണേ. പക്ഷേ ഇവർ തോറ്റില്ല. ഇവരുടെ ശക്തി കൊണ്ട് ഇവർ വിദ്യാഭ്യാസത്തിൻ്റെ നെറുകയിലെത്താൻ ആർക്ക് സാധിച്ചു? മക്കളെ, മലാലയ്ക്ക് സാധിച്ചു. വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം. അല്ലേ? വെടിയുണ്ടകൾ മലാലയുടെ ശിരസ് തുളച്ച് കടന്നു പോയിട്ടുണ്ടാകുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ വിട്ടുകൊടുത്തോ മക്കളെ? ഇല്ല. ശക്തിയുടെ പ്രഭാകേന്ദ്രം, വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന പാകിസ്ഥാൻ മുസ്ലിം വിരുദ്ധ സമുദായങ്ങൾക്ക് വേണ്ടി, തീവ്രവാദികൾക്ക് വേണ്ടി നമ്മളിവിടെ ശബ്ദമുയർത്താൻ പോവുകയാണ്. ഓക്കെ, മലാല പറയാണ്, സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും അവർക്കും അർഹതപ്പെട്ടതാണ്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലേ? മലാല അവകാശങ്ങൾ ലംഘിച്ചവർക്ക് വേണ്ടിയുള്ള സംസാരമാണ്. അതുകൊണ്ടാണ് 2012 ഒക്ടോബർ 9 മലാലയുടെ തലയിലേക്ക് വെടിയുണ്ടകൾ ചീറിപ്പഞ്ഞത്. പക്ഷെ അതിനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് മലാല കടന്നു വന്നു. വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവും. അല്ലേ? വെടിയുണ്ടകൾ മലാലയെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതി കാണും. പക്ഷേ അതിനൊക്കെ മലാല തോൽപ്പിക്കുകയാണ് മക്കളെ. പക്ഷേ അവർ പരാജയപ്പെട്ടു. ആര്? താലിബാൻ സൈന്യങ്ങൾ. വിദ്യാഭ്യാസത്തെ എതിർക്കുന്നവർ പരാജയപ്പെട്ടു എന്ന് മലാല പറയുകയാണ്. നിശബ്ദതയിലല്ല, 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർന്നു വന്നത്. 1000 ശബ്ദങ്ങൾ ഉയർന്നു വന്നു. ജീവിതത്തിൽ തോൽക്കാതെ, ജീവിതത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് തൻ്റെ പ്രശ്നങ്ങളെല്ലാം തോൽപ്പിക്കാൻ ആർക്ക് സാധിച്ചു മക്കളെ? മലാല യൂസഫ്സായിക്ക് സാധിച്ചു. വെടിയുണ്ടകളിലൂടെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും സ്വപ്നങ്ങൾ തകർത്തു കളയാമെന്നും അവർ കരുതി. അല്ലേ? വെടിയുണ്ടയിലൂടെ തങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തു കളയാമെന്ന് കരുതിയവർക്ക് നേരെ മലാല തൻ്റെ സ്വപ്നമായ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ശക്തി വർഷിക്കുകയാണ് മക്കളെ. ആലോചിച്ച് നോക്കടാ, മലാല വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചു, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടണമെന്നൊക്കെ വാദിച്ചു. അപ്പോഴാണ് എന്തു വെച്ചാൽ താലിബാൻ സൈന്യം വെടിവെച്ച് തലക്ക്. പക്ഷെ മരിച്ചു പോകാതെ വീണ്ടും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പേനയും പിടിച്ചുകൊണ്ട് തൻ്റെ ശക്തി കാണിക്കാൻ മലാലയ്ക്ക് സാധിച്ചു. അതാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ മലാല ചെയ്ത ഏറ്റവും വലിയ കാര്യം. പ്രസംഗത്തിൽ മലാല പറയാണ്, അവർക്ക് തെറ്റി. ആർക്ക്? മലാലയെ വെടിച്ചവർക്ക് തെറ്റി. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരേ ഒരു മാറ്റം ഇതാണ്. ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും എന്നിൽ തളർത്തിയിരിക്കുന്നു. അല്ലേ? ഭയത്തിന് പകരം ആത്മവിശ്വാസവും കരുത്തും ആരിൽ വന്നു? മലാലയിൽ വന്നിരിക്കുന്നു. അതെ, ഞാൻ പഴയ അതേ മലാലയാണ്. മലാല പറയാണ്, ഞാൻ പഴയ അതേ മലാലയം തന്നെയാണ്. എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേതുപോലെ തന്നെയാണ്. ഞാൻ പഴയ മലാല തന്നെയാണ്. എൻ്റെ സ്വപ്നങ്ങൾ മുന്നത്തേതുപോലെ തന്നെയാണെന്ന് മലാല പറയാണ്. ലോകത്തെ നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. ലോകത്തെ നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണെന്നാണ് മലാല പറയുന്നത്. കാരണം എന്താണ്? ജീവിതത്തെ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോവുക, തോറ്റു കൊടുക്കരുത്. നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണ്ണയിക്കും. മലാല ലോകത്തോട് പറയാണ്, ഭരണാധികാരികളോട് നിങ്ങളുടെ മുൻഗണനകൾ മാറ്റണം. ഭരണാധികാരികളോട് മലാല പറയാണ്, സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക. സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാവണം ഭരണാധികാരികൾ നിലനിൽക്കേണ്ടതെന്ന് മലാല പറയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം. സ്ത്രീകളെയും കുട്ടികളെയും ചേർത്ത് പഠിക്കണമെന്ന് മലാല പറയുന്നു. അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനമാകണം, അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുള്ളതാവണം നമ്മുടെ വിജയമെന്ന്, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതമെന്ന് മലാല തൻ്റെ കൃതിയിലൂടെ ഭരണാധികാരികൾ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ലോകരാജ്യങ്ങളോടും ഞങ്ങൾ പറയട്ടെ, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തുക. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും കൊടുക്കണമെന്ന് മലാല പറയാണ്. കാരണം എന്താണ്? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസത്തിന് കടന്നു വരണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ചൂഷണങ്ങൾ ഇല്ലാതാക്കുക, അവർക്ക് വേണ്ട ജീവിതത്തിൻ്റെ പ്രാധാന്യം അർത്ഥമാക്കിക്കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുക, സ്ത്രീകളും കുട്ടികളും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരണമൊക്കെ മലാല തൻ്റെ പ്രസംഗത്തിൽ പറയാണ് മക്കളെ. വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക. അല്ലെ? വേദനകളിലേക്കും ദുഃഖത്തിലേക്കും തള്ളിവിടുന്ന തീവ്രവാദം, അക്രമം എന്നിവ അവസാനിപ്പിക്കാൻ മലയാള പറയുന്നു. ഒരുപാട് തീവ്രവാദങ്ങളുണ്ടല്ലേ, അക്രമങ്ങളുണ്ട്. ഈ തീവ്രവാദങ്ങളും അക്രമങ്ങളും അവസാനിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യം കൂടി മലാല തൻ്റെ പ്രസംഗത്തിലൂടെ കാഴ്ചവെക്കുകയാണ്. പിന്നെന്താ പറയണേ? ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് മലാല പറയുന്നുണ്ട്. ലോകത്തിലെ എല്ലാ മതങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ലോകത്തെ എല്ലാ മതങ്ങളോടും മലാല അഭ്യർത്ഥിക്കുകയാണ്. മലാലയുടെ ടീം അഭ്യർത്ഥിക്കുകയാണ്. എന്ത്? ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെയുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക.
മലാല പറയാണ്, ജാതി വിവേചനം, വംശവിവേചനം, വർണ്ണം, നിറത്തിൻ്റെ പേരിലുള്ള വിവേചനം, ലിംഗത്തിൻ്റെ അതായത് നമ്മൾ ആണാണ് പെണ്ണാണ് ആ പേരിലുള്ള വിവേചനം എല്ലാം അവസാനിപ്പിക്കണം. മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നാണ് മലാല പറയുന്നത്. വലിയ പോയിന്റാണ്. ചോദ്യം വരാം, മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന വലിയൊരു പോയിന്റ് മലാല നമ്മോട് പറയാണ്. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന വലിയ ഒരു സമവാക്യത്തിലുള്ള സന്ദേശമാണ് മലാല തൻ്റെ പ്രസംഗത്തിലൂടെ പറയുന്നത്. സ്ത്രീകൾക്കും ലഭിക്കട്ടെ തുല്യ അവസരവും തുല്യ നീതിയും. നമുക്കറിയാം, പല സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ അവസരവും തുല്യ നീതിയും കിട്ടാറില്ല. സ്ത്രീകൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ, അല്ലേ? സ്ത്രീകൾ പഠിക്കാനുള്ള അവകാശം കിട്ടാറില്ല. സ്ത്രീകൾ എന്ന് പറയുന്നത് എപ്പോഴും പുരുഷരുടെ അടിമകളായി മാറുന്ന ചില സന്ദർഭങ്ങൾ സമയങ്ങൾ വരുന്നുണ്ട്. അവിടെയൊക്കെ മലാല പറയാണ്, സ്ത്രീകൾ എന്ന് പറയുന്നത് അന്ന് അടിമകളല്ല, അവർ പ്രതിധ്വനികളാണ്, അവർ പ്രതിഷേധിക്കേണ്ടവരാണ്. അതുകൊണ്ട് സമൂഹത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ വലിയ പ്രാധാന്യമുണ്ടെന്ന് മലാല പറയാണ്. കൂട്ടുകാരെ, ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവുമാണ്, അല്ലേ? ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണമെന്ന് പറയുന്നു. സ്കൂളുകൾ വേണം, നമുക്ക് പഠിക്കുന്ന അവസരം വേണമെന്ന് മലാല പറയാണ്. അറിവും സമാധാനവും നമ്മൾ വേണം. അറിവും വേണം, സമാധാനവും വേണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചും ശബ്ദമുയർത്താം. അപ്പോൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് മലാല. പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെ വേണമെന്ന് മലാല പറയുന്നു. നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസം അർപ്പിക്കാം. ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും. അറിവ് കൊണ്ട് നമുക്ക് സ്വയം സജ്ജമാക്കാം. സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം. നമ്മളെ തടയാൻ ആർക്കുമാവില്ല, അല്ലേ? അറിവ് കൊണ്ട് നമുക്ക് മിടുക്കരായി മാറണം. നമ്മളെ തടയാൻ ആർക്കും സാധിക്കരുത്. നമ്മളെ സമൂഹത്തിൽ ഉയർന്നു വരണമെന്നാണ് പറയുന്നത്. ലോകത്തിൽ എന്തു പ്രശ്നങ്ങളുണ്ടായാലും, എത്ര വേദനകളുണ്ടായാലും, എത്ര നിരാശകളുണ്ടായാലും അതിനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസം, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, തീവ്രവാദത്തിനെതിരെ ശബ്ദിക്കണം. പിന്നെന്താണ്? നിർബന്ധിതമായ വിദ്യാഭ്യാസം വേണം. സ്കൂളുകൾ വേണം. എല്ലാവരും സ്നേഹത്തോടെയും നന്മയിലൂടെയും കഴിയണം. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ ആരെയും വേർതിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന മലാല യൂസഫ്സായിയുടെ മനോഹരമായ പ്രസംഗ ഭാഗമാണ് ഏത് മക്കളെ നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം. ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വെടിയുണ്ടകളെ പോലും തോൽപ്പിച്ച മലാല ഒരു മാതൃകയായി മാറുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണമെന്ന മഹത്തരമായ ആശയം ഈ പാഠഭാഗത്തിലെ മലാല പറയുന്നുണ്ട്. ഡോക്ടർ ശുഭ വിവർത്തനം ചെയ്ത മലാല താഴ്വരയിലെ ഗുൽമക്കായ് എന്ന് പറയുന്ന ആ ഒരു ലേഖനത്തിലെ ഒരു പ്രസംഗ ഭാഗത്തിലെ ഭാഗമാണിത്. അപ്പോൾ നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കൊന്ന് പോകാം. ഓക്കെ, സെറ്റല്ലേ? ആദ്യത്തെ ചോദ്യം എന്താണ്? മലാല ദിനം എന്താണ്? എന്താണ് മലാല ദിനം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം മലാല വെച്ചാൽ ആരാന്നറിയാം, പക്ഷെ മലാല ദിനം എന്താണെന്ന് അറിയില്ല. നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാം. വിദ്യാഭ്യാസ പ്രവർത്തകയായ മലാല യൂസഫ്സായിയുടെ സ്മരണയ്ക്കായി ജൂലൈ 12 ഐക്യരാഷ്ട്രസഭ മലാല ദിനമായി ആചരിക്കുന്നു. എപ്പോഴും മക്കളെ? ജൂലൈ 12 മലാല ദിനമായി ലോകരാജ്യം ആഘോഷിക്കുന്നത്. 2013 അവരുടെ ജന്മദിനവും ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത ദിവസവും ഇതാണ്. എന്തുകൊണ്ടാണ് മലാലയ്ക്ക് ഒരു ദിനം? ഈ ദിനം എങ്ങനെ ആഘോഷിക്കുന്നു? സാർവത്രിക വിദ്യാഭ്യാസ പ്രവേശനത്തിന് എന്തു തടസ്സങ്ങളാണ് നേരിടുന്നത്? മലാല ദിനത്തിൻ്റെ ഔദ്യൗത്യത്തെ ആദരിക്കാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? എന്നിവയെക്കുറിച്ച് ഈ ലേഖനത്തിൽ നമ്മൾ ചർച്ച ചെയ്യും, അല്ലേ? അതായത് മലാല ദിനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ അതിനൊക്കെ തോൽപ്പിക്കണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ദിനം. മലാലയുടെ പോലെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയ ആ ദിനം, അല്ലേ? ജൂലൈ 12 അതാണ് മലാല ദിനമായി ലോക ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്. ആരാണ് മലാല യൂസഫ്സായി? ഇതറിയാത്ത മക്കൾക്കല്ലേ, നമ്മൾ മലാലയുടെ പാഠം പഠിച്ചു. ഇനി മലാല ആരാന്ന് അറിയാത്ത ഒരുപാട് മക്കളുണ്ട്. അവർക്ക് വേണ്ടി സാറ് പറയാൻ പോകുന്നു ആരാണ് മലാല യൂസഫ്സായി എന്ന്. 1997 ജൂലൈ 12 പാകിസ്ഥാനിലെ മിങ്കോറയിലാണ് മലാല ജനിച്ചത്. അവളുടെ പിതാവ് സിയാബുദ്ദീൻ ഒരു പെൺകുട്ടികളുടെ സ്കൂൾ നടത്തിയിരുന്നു. പെൺകുട്ടികളുടെ സ്കൂൾ ആര് നടത്തി? മലാലയുടെ പിതാവ് നടത്തി. ആൺകുട്ടികൾക്ക് ലഭിക്കുന്ന അതേ വിദ്യാഭ്യാസം തൻ്റെ മകൾക്കും ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചല്ലേ? ആൺകുട്ടികൾക്ക് കിട്ടുന്ന അതേ വിദ്യാഭ്യാസം തൻ്റെ കുട്ടിക്ക് ലഭിക്കണമെന്ന് ആരാഗ്രഹിച്ചു? ആ മലാലയുടെ പിതാവ് ആഗ്രഹിക്കുകയാണ്. 2008 11 വയസ്സുള്ളപ്പോൾ മലാല വിദ്യാഭ്യാസ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ മലാലയ്ക്ക് 18 വയസ്സുണ്ടാകുമ്പോൾ മലാല തൻ്റെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. BBC-ക്ക് വേണ്ടി ബ്ലോഗ് ചെയ്യുന്നതും BBC ചാനലാട്ടോ അവരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. 2009 മലാല താമസിച്ചിരുന്ന പെൺകുട്ടികൾക്കായുള്ള സ്കൂളുകൾ താലിബാൻ അടച്ചുപൂട്ടി. അങ്ങനെ മലാല താമസിച്ച ആ സ്ഥലത്ത് പെൺകുട്ടിക്കാർക്കുള്ള സ്കൂളുകളിൽ താലിബാൻ പട്ടാളം വന്നു. തീർത്തും ഇന്ന് ദയയില്ലാതെ ആ സ്കൂളൊക്കെ അടച്ചുപൂട്ടി എല്ലാവരും ഉപദ്രവിച്ചു.
അപകടമുണ്ടായിട്ടും അവർ തങ്ങളുടെ അഭിപ്രായം തുടർന്നു. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ടു. 2011 ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു അവരെ അന്താരാഷ്ട്ര കുട്ടികളുടെ സമാധാന സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തു. 2012 ഒരു താലിബാൻ തോക്കുധാരി മലാലയുടെ സ്കൂൾ ബസ്സിൽ കയറി 15 വയസ്സുകാരിയുടെ തലയിൽ വെടിവെച്ചു. മലാല സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഒരു ആയുധമേന്തിയ താലിബാൻ തീവ്രവാദി മലാലയുടെ സ്കൂൾ ബസ്സിൽ കയറി മലാലയുടെ തലയിൽ വെടിവെച്ചു. അവൾ രക്ഷപ്പെട്ടു, മരിച്ചുപോയി. അതാണ് പവർ എന്ന് പറയുന്നത്. അതാണ് ആ പുഷ്പ എൻ്റെ ഫ്ലവർ ഉണ്ട്, പുഷ്പ ഫയറു മലയാളം മരിച്ചില്ല. അതാണ് പെൺകരുത്ത്. 2013 തൻ്റെ 16ാം ജന്മദിനത്തിൽ അന്തരിച്ച ബേനസീർ ഭൂട്ടോയുടെ ഷാൾ ധരിച്ച് യുവജന വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ മലാല ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രസംഗം നടത്തി. മലാല യുവജനങ്ങളുടെ ആ ഒരു വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ മലാല ഒരു പ്രസംഗം നടത്തി. താലിബാൻ്റെ വധശ്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, വെടിയുണ്ടകൾ മലാല പറഞ്ഞ വാക്കാണ്, ഇത് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട്. എന്താ മലാല പറഞ്ഞേ? വെടിയുണ്ടകൾ നമ്മെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതി. ആര്? പട്ടാളക്കാർ, തീവ്രവാദികൾ. പക്ഷേ അവർ പരാജയപ്പെട്ടു. ആ നിശബ്ദതയിൽ നിന്ന് ആയിരക്കണക്കിന് ശബ്ദങ്ങൾ ഉയർന്നു വന്നു. തൻ്റെ പ്രസംഗത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ ജൂലൈ 12 മലാല ദിനമായി പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭ മലാല ദിനമായി ജൂലൈ 12 പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും മലാല പറയാണ്, എന്നിരുന്നാലും മലാല ദിനം എൻ്റെ ദിവസമല്ല. ഇന്ന് തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദം ഉയർത്തിയ എല്ലാ സ്ത്രീകളുടെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ ദിവസമാണ്. മലാല പറയാണ്, ഇത് മലാല ദിനം എൻ്റെ ദിവസമല്ല. തങ്ങളുടെ അവകാശത്തിന് വേണ്ടി, തങ്ങളുടെ വിപ്ലവത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയ എല്ലാവരുടെ ദിനമാണെന്നാണ് മലാല യൂസഫ്സായി പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പുതിയ പദങ്ങളൊന്ന് പെട്ടെന്ന് കണ്ടെത്താം. സമത്വം എന്ന തുല്യത, സമനീതി, തുല്യനീതി. തളിർക്കുക എന്ന് പറഞ്ഞാൽ പുതിയതായി ഉണ്ടാവുക. വിവേചനം വേർതിരിവെന്നർത്ഥം. സജ്ജമാക്കുക എന്ന് പറഞ്ഞാൽ ഒരുക്കുക എന്നർത്ഥം. ഉയർന്നു വരിക എന്നർത്ഥം. ലിംഗഭേദം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷൻ എന്നീ വ്യത്യാസങ്ങൾ. ഇതൊക്കെ പുതിയ പദങ്ങളാണ്. മക്കൾക്ക് അറിയെങ്കിൽ നോക്കി വെക്കുക, അറിയില്ലെങ്കിൽ ഒന്ന് പഠിച്ചു പോവാട്ടോ. സെറ്റ്. ഇനി നമുക്ക് ശീർഷകത്തിൻ്റെ ഔചിത്യം നോക്കാം. സ്വപ്നച്ചിറകിൽ എന്ന ശീർഷകം എന്തുകൊണ്ടാണ് കൊടുത്തത്? ഇത്രയേ ഉള്ളൂ. സ്വപ്നച്ചിറക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വപ്നം ഉണ്ടാകണം. മലാലയെ പോലെ വിദ്യാഭ്യാസത്തിന് പഠിക്കാനുള്ള സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി എന്ത് പ്രതിസന്ധിയും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ എതിർത്തുകൊണ്ട് നമ്മൾ പറന്നു പോകണം. ആ സ്വപ്നത്തിന് ചിറക് കൊടുത്തത്. അതുകൊണ്ടാണ് തലക്കെട്ടിന് സ്വപ്നച്ചിറക് എന്ന് പേര് കൊടുത്തത്. സ്വപ്നച്ചിറകിൽ എന്ന ശീർഷകം പാഠഭാഗത്തിലെ കേന്ദ്ര വിഷയങ്ങളായ പ്രതീക്ഷ, ലക്ഷ്യബോധം, പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ധൈര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. മലാലയുടെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ തൻ്റെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞാണ്. മലാല എങ്ങനെയാണ് ആരംഭിക്കുന്നത്? തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ പോരാട്ടത്തിൻ്റെ ആ ഒരു പോരാട്ട വീര്യം പറഞ്ഞുകൊണ്ടാണ്. വിദ്യാഭ്യാസത്തെയും സ്വാതന്ത്ര്യത്തെയും നിഷേധിച്ചുകൊണ്ട് വെടിയുണ്ടകൾ കൊണ്ട് തന്നെ പിന്തിരിപ്പിക്കാൻ ഉദ്ദേശിച്ചവർക്ക് തെറ്റിപ്പോയെന്നും തൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേത് തന്നെയാണെന്നും അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. തൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേതുപോലെ വലുതാണെന്ന് വിളിച്ചു പറയുകയാണ് മലാല യൂസഫ്സായി. ഇവിടെ സ്വപ്നം എന്നത് കേവലം വ്യക്തിപരമായ അഭിലാഷങ്ങളല്ല, മറിച്ച് ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും സ്ത്രീകൾക്കും സമാധാനത്തോടെയും സമത്വത്തോടെയും വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമാണ്. ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസം നേടാനുള്ള സമത്വം നേടാനുള്ള അവകാശത്തെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ചിറകിൽ എന്ന പ്രയോഗം മുന്നോട്ട് പറക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലേ? സ്ത്രീകൾക്ക് മുന്നോട്ട് പറക്കണം. അവർക്ക് ബുദ്ധിശക്തിയോടുകൂടി വിവേചനത്തോടുകൂടി മുന്നോട്ട് പറക്കണം ലക്ഷ്യത്തിലേക്ക്. അതിനെ ഇവിടെ ചിറകിൽ എന്ന പദം കൊണ്ട് കവി അർത്ഥമാക്കുന്നു. വിദ്യാഭ്യാസം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും അറിവും ശക്തിയുമാണ്. ആ വിദ്യാഭ്യാസമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ പാഠഭാഗം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതീവ ചർച്ചാ വിധേയമാകുന്നുണ്ട്. അത് അവൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ ചിറകുകൾ നൽകുന്നു. മലാലയ്ക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ചിറകാണ് ഈ വിദ്യാഭ്യാസം, ഈ സ്വപ്നം എന്ന് പറയുന്നത്. ഭീഷണികളെ അതിജീവിച്ച് അവൾ കൂടുതൽ ശക്തിയോടെ ഉയർന്നു പറക്കാൻ തയ്യാറെടുക്കുന്നതിനെയാണ് സ്വപ്നച്ചിറക് എന്ന ശീർഷകം അർത്ഥമാക്കുന്നത്. എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും അതിനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് കുഞ്ഞുമക്കളെ മലാല തന്റെ ലക്ഷ്യത്തിലേക്ക് സ്വപ്നത്തിലേക്ക് പറന്നുയരുന്നു. അതുകൊണ്ടാണ് ഇവിടെ സ്വപ്നച്ചിറക് എന്ന പദം കൊടുത്തത്. അതുകൊണ്ട് തന്നെ മലാല യൂസഫ്സായിയുടെ പ്രസംഗഭാഗത്തിന് നൽകിയിട്ടുള്ള സ്വപ്നച്ചിറകിൽ എന്ന ശീർഷകം ആ പാഠഭാഗത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ പാഠഭാഗത്തിൻ്റെ ആത്മാവിനോട് ഈ ശീർഷകം ചേർന്ന് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ വായനാക്കുറിപ്പ് അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം മക്കളെ? ഈ പാഠഭാഗത്തിൽ നോക്കാം നമുക്ക്. മലാല യൂസഫ്സായിയുടെ ഐതിഹാസിക പോരാട്ടത്തിൻ്റെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവളുടെ അടിയുറച്ച നിലപാടുകളുടെയും ശക്തമായ പ്രതിഫലനമാണ് ഡോക്ടർ ശുഭയുടെ വിവർത്തനമായ മലാല താഴ്വരയിലെ ഗുൽമക്കായി അല്ലേ? ഇപ്പം ഡോക്ടർ ശുഭയാണ് മലാല താഴ്വരയിലെ ഗുൽമക്ക എന്ന് പറയുന്ന ലേഖനം വിവർത്തനം ചെയ്തത്. ഇവിടെ മലാലയുടെ പ്രസംഗ ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്.
ജീവന് ഭീഷണി ഉണ്ടായിട്ടും മലാല തൻ്റെ നിലപാടുകളിൽ നിന്ന് പിന്മാറാതെ കൂട്ടുകാർക്ക് ധൈര്യം പകർന്ന് മുന്നോട്ട് പോയത് അവളുടെ അസാമാന്യമായ മനോധൈര്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് അല്ലേ. എത്ര പ്രശ്നം വന്നാലും അതിനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് മലാല മുന്നോട്ട് പോവുകയാണ്. അതിലൂടെ മലാലയുടെ പ്രശ്നങ്ങളെ തോൽപ്പിക്കാനുള്ള മലാലയുടെ കഴിവിനെയാണ് ഇവിടെ പ്രകടമാകുന്നത്. മതത്തിൻ്റെയും ജാതിയുടെയും വംശത്തിൻ്റെയും വിവേചനം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ സ്ത്രീ മുന്നേറ്റം സാധ്യമാകൂ എന്ന മലാലയുടെ ആഹ്വാനം നീതിയും സമത്വവുമുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള അവളുടെ പ്രത്യാശയാണ് പ്രതിഫലിക്കുന്നത്. അതായത് മലാല ആഹ്വാനം ചെയ്യുകയാണ്, എത്ര സങ്കടമുണ്ടായാലും എത്ര ദുഃഖമുണ്ടായാലും നമ്മൾ പോരാടണം, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ പ്രത്യാശയ്ക്ക് വേണ്ടി, നമ്മുടെ അവസരത്തിന് വേണ്ടി ശബ്ദമുയർത്തണമെന്ന് മലാല പറയുകയാണ്. മക്കളെ, ഈ ദിനം തൻ്റേത് മാത്രമല്ല, അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ളതാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ തൻ്റെ വ്യക്തിപരമായ അനുഭവം ഒരു പ്രസ്ഥാനമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തൻ്റെ വ്യക്തിപരമായ അനുഭവത്തെ മലാല ഇവിടെ അടയാളപ്പെടുത്തുന്നു. എത്ര പ്രശ്നങ്ങൾ വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും അതിനെയൊക്കെ നമ്മൾ തോൽപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും എല്ലാവരുടെയും അവകാശമാണെന്ന് മലാല അടിവരയിട്ട് പറയുന്നു. അത് അവകാശം, അതായത് ഏത് സമാധാനത്തിലുള്ള അവകാശം, വിദ്യാഭ്യാസ സമത്വം എല്ലാവരുടെയും അവകാശമാണെന്ന് കൂടി മലാല പറയുന്നുണ്ട്. 2012 ഒക്ടോബർ 9 ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോഴും അവരുടെ വാക്കുകളിൽ ഭയമോ നിരാശയില്ല. ഭയമില്ല, നിരാശയില്ല, അത്രയും വാശിയോടുകൂടി പവർഫുള്ളായിട്ടാണ് മലാല സംസാരിക്കുന്നത്. വെടിയുണ്ടകൾ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉദ്ദേശിച്ചവർ പരാജയപ്പെട്ടുവെന്ന് അവൾ പ്രഖ്യാപിക്കുന്നു. കാരണം നിശബ്ദതയല്ല, 1000 ശബ്ദങ്ങളാണ് അന്ന് ഉയർന്നു വന്നത്. ഒരുപാട് ശബ്ദഘോഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ മലാലയ്ക്ക് സാധിച്ചു. ഈ പ്രസംഗത്തിലൂടെ മലാല ലോക നേതാക്കളോടും ലോകരാജ്യങ്ങളോടും ലോകത്തിലെ എല്ലാ മതങ്ങളോടും ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മുൻഗണനകൾ മാറ്റി നിശ്ചയിക്കാനും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്താനും തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കാനും അവൾ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ തീവ്രവാദം, ആക്രമണങ്ങൾ എന്നിവ അവസാനിപ്പിക്കാനാണ് മലാല യൂസഫ്സായി പറയുന്ന പ്രസംഗത്തിലൂടെ അത്രമാത്രം തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളിക്കാൻ മലാലയ്ക്ക് സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ജാതി, വംശം, വർണ്ണം, ലിംഗഭേദം എന്നിവയുടെ പേരിലുള്ള എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിച്ച് സ്ത്രീകൾക്ക് തുല്യനീതിയും തുല്യ അവസരവും നൽകണമെന്ന അവരുടെ ആവശ്യമാണ്. മലാല പറയാണ്, ജാതിയുടെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അടികൂടാൻ പാടില്ല, തീവ്രവാദം ഉണ്ടാകാൻ പാടില്ല. മനുഷ്യർക്ക് വേർതിരിവില്ലാതെ മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കടന്നു പോകണമെന്ന വലിയ ആശയം മലാല ഇവിടെ പങ്കുവയ്ക്കുകയാണ്. പിന്നെന്താ, അറിവിലും സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നായാൽ തങ്ങളെ തടയാൻ ആർക്കുമാവില്ലെന്നും വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസം അർപ്പിച്ചാൽ ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ള മലാലയുടെ സന്ദേശം പ്രതീക്ഷയുടെയും പോരാട്ട വീര്യത്തിൻ്റെയും ആഹ്വാനമാണല്ലേ. പ്രതീക്ഷയോടെ സംസാരിക്കുകയാണ് മലാല. ലോകത്ത് നമ്മൾ പരാജയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത് സ്ത്രീകളാണ്. നിങ്ങൾ പോകുന്ന വഴിയിൽ, നിങ്ങൾ പഠിക്കുന്ന ഇടത്തിൽ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ, സൗഹൃദത്തിലൊക്കെ നിങ്ങൾ ചതിക്കപ്പെടാൻ ഇതിന് ചാൻസ് ഉണ്ട്. പക്ഷേ അതിനൊക്കെ നമ്മൾ അതിജീവിക്കണം അല്ലേ. പഠിച്ച് മിടുക്കരായി മാറണം. വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ അറിവുകളിലേക്ക് എത്താൻ കഴിയണമെന്ന് മലാല പറയുകയാണ്. ആയതിനാൽ ഈ പാഠഭാഗം കേവലം ഒരു വ്യക്തിയുടെ അനുഭവമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള അവകാശ നിഷേധങ്ങൾക്കെതിരെയുള്ള ഒരു ആഗോള പ്രകടന പത്രികയാണ്. ആഗോള പ്രകടന പത്രികയാണ്. ഇതൊരു അനുഭവമല്ല എന്നാ പറയണേ. മലാലയുടെ അനുഭവമാണ് മക്കളെ ഇത്. അല്ല, ഒരിക്കലല്ല. മലാലയുടെ അനുഭവത്തിന് കവിഞ്ഞ് മലാലയുടെ പ്രതിഷേധമാണ് ലോകരാജ്യങ്ങൾ കീഴടക്കാനുള്ള, ലോകത്ത് തൻ്റെ പേര് ഉയർത്തി കാണിച്ച ഒരു എഴുത്തുകാരിയുടെ, വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ട ഒരു സ്ത്രീയുടെ ശക്തിയുടെ കഥയാണ് നമ്മുടെ മലാലയുടെ പ്രസംഗഭാഗം പറയുന്നത് മക്കളെ. അതുകൊണ്ട് ഈ പാഠഭാഗം നിങ്ങൾ പഠിക്കുമ്പോഴേ എൻ്റെ മക്കളുടെ മനസ്സിൽ കടന്നു വരണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കണം. നമ്മെ അടിച്ചമർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മൾ ഇല്ലാതാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളെ വേദനിപ്പിക്കാൻ, നിരാശരാക്കാൻ. പക്ഷേ അതിലൊന്നും പെടാതെ നമ്മൾ എന്ത് വേണം മക്കളെ, പഠിച്ച് മുന്നോട്ട് നീങ്ങണം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം സാധിക്കുകയുള്ളൂ. നമുക്ക് പണമുണ്ടായാലും ആൾക്കാർ അത് കട്ടെടുക്കും, നമ്മളെ കാറുകൾ നശിച്ചു പോകും, നമ്മുടെ വീടുകൾ കേടുവ സംഭവിക്കും. പക്ഷേ പണമുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല, മറിച്ച് അറിവുണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കടന്നു വരാൻ പറ്റൂ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആശയം ഉൾക്കൊള്ളുന്ന പാഠഭാഗമാണ് മലാലയുടെ ഈ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ, കുഞ്ഞുമക്കൾ പഠിച്ച് മിടുക്കരായി മാറണം കേട്ടോ. എല്ലാവർക്കും എല്ലാ വിധത്തിലുമുള്ള ഓൾ ദി ബെസ്റ്റ് നേരുന്നു. ഉഷാർക്ക് മുന്തിരിങ്ങ, ഉഷാർക്ക് നിറങ്ങ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.